വലിയ ഉന്തും തള്ളുമൊക്കെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘർഷഭരിതമാകുന്ന കാഴ്ച. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. സ്റ്റെഫിൻ, നേരത്തെ ഉണ്ടായിരുന്ന SFI പ്രവർത്തകർ അവിടെ നിന്ന് പൂർണ്ണമായും പിന്തിരിഞ്ഞു പോയോ? ഈ അകത്തേക്ക് കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇപ്പോഴും പ്രതിഷേധത്തിന് അയവ് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം DYFI നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇവിടെ വന്ന പ്രവർത്തകരെ എല്ലാം തന്നെ അവിടെ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുക, അല്ലെങ്കിൽ ഇനി മുമ്പോട്ട് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പോകേണ്ടതില്ല എന്നുള്ള കാര്യമെല്ലാം അറിയിച്ചെങ്കിൽ പോലും പിന്നീട് ഈ ബാരിക്കേഡിനപ്പുറത്ത് വീണ്ടും ചില പോലീസുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, ഉന്തും തള്ളുമെല്ലാം ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിലേക്ക് വന്ന് മുദ്രാവാക്യം വിളികളുമായി ഇപ്പോൾ നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ കുത്തിയിരുന്ന പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് തള്ളി അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഏതായാലും ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നേതാക്കൾ ഇടപെട്ട് ഇനി ഏതായാലും പ്രവർത്തകരെ അനുനയിപ്പിക്കേണ്ടതുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ രാജ്ഭവനിൽ ഭാരതാംബ ചിത്രം, കാവിക്കൊടിയുള്ള ഭാരതാംബ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ വിവാദമാണ്. ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയ മന്ത്രി പി പ്രസാദ് അതിൽ എതിർപ്പറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുത്ത പരിപാടിയിൽ അതേ ചിത്രമുള്ള ഭാരതാംബയുടെ ചിത്രം അവിടെ വന്നത്. അതിന് പിന്നാലെ അദ്ദേഹവും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം അവിടെ പരസ്യമായി അറിയിച്ചുകൊണ്ടാണ് രാജ്ഭവനിൽ നിന്നും ഇറങ്ങി വന്നത്. അതിന് പിന്നാലെ നമ്മൾ ഓരോ സന്ദർഭത്തിലും നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സെനറ്റ് ഹാളിൽ വെച്ചുണ്ടായ അതിക്രൂരമായ ഏറ്റുമുട്ടൽ, അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന കാഴ്ച ABVPയും അതോടൊപ്പം തന്നെ SFIയും പ്രവർത്തകരും RSS പ്രവർത്തകരും എല്ലാം നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് അന്ന് ഈ രജിസ്ട്രാറും VCയും അതോടൊപ്പം തന്നെ ചാൻസലറും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ, കമ്മ്യൂണിക്കേഷൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഈ രജിസ്ട്രാർക്ക് വീഴ്ച ഉണ്ടായി, അല്ലെങ്കിൽ ആരുടെയോ ബാഹ്യശക്തികളുടെ ഭാഗമായിക്കൊണ്ടാണ് അദ്ദേഹം ഈ പല തീരുമാനങ്ങളും എടുത്തത്. അന്ന് നടന്ന ആ ഒരു പരിപാടി റദ്ദാക്കി എന്നുള്ള കാര്യം പറഞ്ഞത്. അതിലെല്ലാം തന്നെ ഗൂഢാലോചനയുണ്ട് എന്നുള്ളൊരു പ്രാഥമികമായ കണ്ടെത്തലിനെ തുടർന്നാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം അത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് DYFIയും പ്രതിഷേധവുമായി ഇടത് സംഘടനകൾ, ഇടത് യുവജന സംഘടനകൾ മുന്നോട്ട് പോവുകയാണ്. ഗവർണർ അദ്ദേഹത്തിന്റെ RSS രാഷ്ട്രീയം VC മോഹൻ കുന്നുമലിനെ ഉപയോഗിച്ച് കേരളത്തിൽ RSS രാഷ്ട്രീയം കളിക്കുകയാണെന്നുള്ളതാണ് CPMന്റെയും DYFIയുടെയും ഒക്കെ ഒരുപോലെയുള്ള ആരോപണ വിഷയത്തിന്മേൽ